നമുക്കറിയാം നമ്മുടെ കോളേജിന് മറ്റുള്ള കോളേജുകളെ പോലെ അത്ര വലിയ ആധികാരികത കിട്ടിയിട്ട് ഇല്ല എങ്കിലും ഉള്ള വിദ്യാർത്ഥികൾ വെച്ച് അതിൻ്റെ മാക്സിമം ലെവൽ യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷമായിട്ട് കൂടി വളരെ മികച്ച രീതിയിൽ ഈ ഒരു പരിപാടി നടത്താൻ പറ്റിയെന്ന് തന്നെയാണ് ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം ഇതുവരെ നടന്ന പ്രോഗ്രാമുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ സ്റ്റുഡൻസ് അത് ഏറ്റെടുത്തതുകൊണ്ട് അവരുടെ സ്ക്രീനിങ് കഴിഞ്ഞ പ്രോഗ്രാംസാണ്. അത് നമുക്കറിയാം അത് എത്രത്തോളം വളരെ ചുരുങ്ങിയ സമയമേ അവർക്ക് കിട്ടിയിട്ടുള്ളത്, ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും വളരെ മികച്ച രീതിയിൽ വളരെ മനോഹരമായി തന്നെ അവരവരുടെ ഐറ്റംസ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പാട്ടാവട്ടെ, അതുപോലെ തന്നെ അവരുടെ ഡാൻസ് ഐറ്റംസ് ആവട്ടെ, എല്ലാവരും അവരുടേതായ രീതിയിൽ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ വേദിയിൽ എനിക്ക് പ്രത്യേകമായി ഉണർത്തേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ പരിപാടിയോടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം നമ്മൾ ഈ ദിവസങ്ങളിലേറെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഫലസ്തീനിലെ ഇസ്രായേലിൻ്റെ ബോംബ് വർഷവും അതിനോടനുബന്ധിച്ച ആക്രമണങ്ങളും. ഒരു പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം, ഇത് മടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ ദിവസവും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് എന്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മളിത് ദിവസവും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനോടൊരു മടുപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഇതന്നെയല്ല ഇപ്പോൾ എല്ലാ ദിവസവുമുള്ള വാർത്ത. ഇത് ഇപ്പോൾ ഈ ഒരു കാലാവധിയിൽ തുടങ്ങിയത് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തുടങ്ങി വെച്ച ഒരു ആക്രമണം ആണെന്ന നിലക്കാണ് ഇത് പല ആളുകളും പല വ്യക്തിത്വങ്ങളും ഇത് ഉന്നയിക്കുന്നത്. എന്നാൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, 1949 കുറച്ച് ഇസ്രായേലിയർ അഥവാ ജൂതന്മാർ അതിനു മുമ്പുണ്ടായ നാസിസ്റ്റുകളുടെ കാലത്ത് അഥവാ അഡോൾഫ് ഹിറ്റ്ലർ 10 ലക്ഷത്തിലേറെ വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ട് അന്നത്തെ ലോക ജനസംഖ്യയുടെ ജൂതന്മാരുടെ ശതമാനത്തിൽ വെറും 10% അന്ന് ബാക്കി വെച്ചിട്ടുള്ളൂ. ഈ 10% വരുന്ന ജൂതന്മാർ അന്ന് പല രാജ്യങ്ങളുടെയും അടുക്കൽ പോയിട്ട് അവർക്കുള്ള സഹായവും അവരെ അഭയാർത്ഥികൾ എന്ന നിലക്ക് അവർക്കുള്ള ഷെൽട്ടർ ചോദിച്ചിട്ട് പോയപ്പോൾ ബ്രിട്ടൻ അടക്കം കോളനി ശക്തികളും അമേരിക്ക അടക്കം വരുന്ന എല്ലാ വലിയ വലിയ രാജ്യങ്ങളും അവരെ കഴിഞ്ഞു വിട്ടു. അങ്ങനെ ആ നിസ്സഹായാവസ്ഥയിലുള്ള ഈ കണ്ട ജനങ്ങളെ, ഈ വളരെ കുറഞ്ഞ ജനങ്ങളെ അന്ന് 2 കൈയും നീട്ടി സ്വീകരിച്ചത് ഇന്നത്തെ വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ഗാസ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ എടുത്തു പറയുമ്പോൾ കാണാം മുസ്ലിംസ് എന്ന പേരിലാണ് പലപ്പോഴും എടുത്തു പറയുന്നത്. എന്നാൽ ഗാസയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെങ്കിലും അവിടുത്തെ ഈ ദുരിതം അനുഭവിക്കുന്നതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപക്ഷെ ജൂതന്മാരും വരെ ഉണ്ട് എന്നതാണ് കണക്ക്. ഇത് പിന്നീട് അഥവാ ഈ ഈ ജൂതജനങ്ങളെ ഫലസ്തീൻ സ്വീകരിച്ചതിന് ശേഷം 1949 ആദ്യമായിട്ട് അവർ അവകാശവാദം ഉന്നയിച്ചിട്ട് കുറച്ച് സ്ഥലം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നാട് എന്ന നിലക്ക് എല്ലാം പങ്കിട്ട് ശീലിച്ചവരാണ് അന്നത്തെ ഫലസ്തീനികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ കിടപ്പാടവും സൗകര്യവും എല്ലാം ഒരുക്കിക്കൊണ്ട് സഹകരിക്കുകയാണ് ഈ ഫലസ്തീനികൾ ചെയ്തത്. എന്നാൽ പിന്നീട് ഇതിനോടനുബന്ധമായി വന്ന സയനിസ്റ്റ് എന്ന് പറയുന്ന ജൂത സംഘടന, ഈ സയനിസം എന്ന് പറയുന്നത് പല ബ്രിട്ടീഷ് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ കീഴിൽ അവരുടെ ആവശ്യ ഉന്നയത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ അപകടങ്ങൾക്കൊക്കെ കാരണം. അന്നു മുതൽ തുടങ്ങി വെച്ച പല വെടിവെപ്പും ലക്ഷക്കണക്കിന് ഫലസ്തീനികളാണ് അതിൽ കൊന്നൊടുങ്ങിയത്. എന്നാൽ ഇന്നും അവർ പറയുന്ന ന്യായം ഹമാസാണ് തീവ്രവാദി സംഘടന, ഹമാസാണ് കൊന്നൊടുക്കുന്നതെന്ന്. നമുക്ക് ഇന്നത്തെ ന്യൂസുകൾ വ്യക്തമായി അതിൽ കാണാവുന്നതാണ്.
ഹമാസ് പിടിച്ചെടുത്ത ജനങ്ങൾ, ബന്ദിയാക്കപ്പെട്ട ജനങ്ങളെ തിരിച്ചയക്കുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചിട്ട് അവർ യാത്രയപ്പ് കൊടുക്കുന്ന ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞു പോകും. ഇനി ഈ ഒരു വിഷയമൊക്കെ എടുത്തു വിട്ടാൽ പോലും നമുക്കറിയാം അവിടുത്തെ പിഞ്ചു മക്കളുടെ അവസ്ഥകൾ കണ്ട വരെ നമുക്ക് കണ്ണു നിറഞ്ഞു പോകുന്നു. ഏതൊരു മനുഷ്യനെയും ഇത് ഒരു രാജ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിലോ എടുക്കേണ്ട ഒരു പ്രശ്നമല്ല. ഒരു മനുഷ്യസ്നേഹി എന്ന നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ജനങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുന്നു എന്ന്. ധാരാളം പുരുഷന്മാർ, അതുപോലെ തന്നെ സ്ത്രീകൾ, അവരുടെ കുട്ടികൾ, മുതിർന്നവർ എല്ലാം ഇതിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു ന്യൂസ് കണ്ടത്, ഗാസയിലെ ഒഫീഷ്യലായിട്ട് ആ ഒരു അധ്യയന വർഷം തന്നെ ഒഴിവാക്കിയെന്നത്, ഒരു ജനറേഷൻ തന്നെ വൈപ്പ് ഔട്ട് ചെയ്തു എന്നതിനേക്കാൾ വലിയ നാണക്കേട് നമ്മുടെ ഈ പുതുതലമുറയിലെ ആൾക്കാർക്ക് വേറെ എന്താണ് വരാനുള്ളത്? ഇത്രയും നമ്മൾ സാക്ഷരത കൈവരിച്ചെന്ന് പറയുന്ന സാങ്കേതിക വിദ്യകളിൽ കുതിച്ചുചാട്ടങ്ങൾ നടത്തിയ നമ്മളെപ്പോലെയുള്ള ഈ ആധുനിക യുഗത്തിലെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിൽ നാണക്കേടുണ്ടാവുക? ഇതിലാർക്കാണ് നാണക്കേടുണ്ടാവുക? നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ഐക്യരാഷ്ട്രസഭയിലെ ഇതിനെതിരെയുള്ള വോട്ടെടുപ്പിൽ അമേരിക്ക വീറ്റോ ചെയ്തതിൻ്റെ പേരിൽ അവിടെ 70,000-ഓളം വരുന്ന വെടിക്കോപ്പുകളുമായ ആവശ്യ സാമഗ്രികൾ, ഇസ്രായേലിന് ആക്രമണം നടത്താൻ സഹായിക്കുന്ന ആവശ്യ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാൻ അമേരിക്കയാണ് മുൻകൈയെടുക്കുന്നത്. അമേരിക്കയ്ക്ക് ഇത് ജസ്റ്റ് ഒരു ബിസിനസ് ആയേക്കാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രത്തോളം ഇപ്പം ഈ ഒരു അപകടത്തിന് ശേഷം തന്നെ 15,000-ലേറെ മനുഷ്യന്മാരാണ് മരിച്ചു വീണത്. അതിൽ തന്നെ പകുതിയിലേറെ പിഞ്ചു മക്കളാണ്. 15 വയസ്സ് തികയാത്ത പിഞ്ചു മക്കൾ മരിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മൾ അവരെ പറ്റി ആലോചിച്ചുകൊണ്ട് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു വേദിയിൽ അവർ പ്രത്യേകം സ്മരിക്കുകയാണ്. പിന്നെ ഈ യൂണിയൻ നമ്മൾ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യയന വർഷം അല്ലെങ്കിൽ യൂണിയൻ കാലാവധി കഴിയുന്നവരെ നമുക്ക് ധാരാളം പ്രോഗ്രാംസും അതുപോലെ തന്നെ കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘം മാത്രം വിചാരിച്ചുകൊണ്ടല്ല ഒരു യൂണിയൻ മുന്നോട്ട് പോകുന്നത്. ഒരു കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് സഹകരിച്ചാൽ മാത്രമേ നമ്മുടെ കോളേജിൽ ഇനിയുള്ള പരിപാടികൾ വളരെ വിജയകരമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ എത്തിയതും എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം മൂലം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വലിയൊരു വേദിയെ അഭിസംബോധനം ചെയ്ത് ശീലമില്ലാത്തതിനാൽ ധാരാളം പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടാവും. അതിൽ പ്രത്യേക ക്ഷമ ചോദിക്കുകയാണ്. ഈ വേദിയിൽ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുകയെന്നാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട എന്നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്ക് ആധാരമായി ജീവിത കഥാപാത്രമായ കാഞ്ചനമാല അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രശസ്ത കലാകാരനും അധ്യാപകനും നാടൻ പാട്ടുകാരനുമായ ബഹുമുഖ പ്രതിഭയായ സുരേഷ് തിരുവായൂർ അവരുടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം ആശംസ അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എത്താൻ പറ്റാത്ത ഡോക്ടർ EM അബ്ദുൽ നാസർ സാർ, അക്കാഡമിക് ഡയറക്ടർ MAO എന്നിവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് അലി MAOയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ജനാബ് മാനു ഹാജി അവർ MAO ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജർ എന്നിവരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ കൃഷ്ണൻ സാറെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ യൂണിയൻ്റെ നിങ്ങൾ വിജയിപ്പിച്ച ഈ വേദിയിലിരിക്കുന്ന ഭാരവാഹികളെല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വിജയകരമായി നടത്താൻ എല്ലാ സഹായ സഹകരണവും നൽകുന്ന അധ്യാപകരെയും അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.